എന്താണ് എന്താണ് എന്താണ്? ഹലോ ഗൈസ്, എല്ലാവർക്കും ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എന്താണ് എന്താണ്? നായി ചാമ്പി ഇങ്ങനെ കിടക്കണോണ്ടാണ് സൗണ്ട് പറഞ്ഞത്. ഇങ്ങനെ കിടക്കണോണ്ട് ഇപ്പൊ ഇങ്ങനെ അതിങ്ങനെ കിടക്കണോണ്ടാണ് സൗണ്ട് പറഞ്ഞത്. അല്ലേ വിജയ് യേശുദാസിന്റെ സൗണ്ടിലാണല്ലോ പാടല് മറ്റേ പറയല്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ വി ആർ ഗോയിങ് ടു ഹിറ്റ് 3 million 1 lakh സബ്സ്ക്രൈബേഴ്സ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഒരു വ്ളോഗെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ മറ്റേ അന്യൻ്റെ തോട്ടത്തിൽ തേങ്ങട്ട് കയറുന്ന പോലെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഒരു ലവ് എമോജി കമൻറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടു തുടങ്ങണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അനുമോദനത്തിൻ്റെ ആയിരം പുച്ചുണ്ടുകൾ നിങ്ങൾ മുന്നിൽ അർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ളത് കാണികൾക്ക് ഏവർക്കും പ്രിയപ്പെട്ടവരും നമ്മുടെ ബ്ലോഗിലെ അഭിനയ കുലപതിയായിട്ടുള്ള നബീൽ അവറുകളും സൽമാൻ അവറുകളുമാണ്. ഇപ്പോൾ മോഹൻലാലേട്ടൻ്റെ ഒരു പടത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി നാച്ചുറൽ ആക്ടിങ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാവരും കാണുന്നത് ഇക്കുവിന് ഇപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, പമ്പ AJP എല്ലാവരും ഇറങ്ങുന്ന ഒരു ഷൂട്ടിലാണ് നബീലിന് തല കാണിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നബീലിക്കുവിൻ്റെ അഭിനയ പരമ്പരകൾ വൈകാതെ നിങ്ങൾക്ക് മിനി സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. വേറെ സ്ക്രീനിലൊന്നും വരില്ല, TV-യിലും പരിപാടിയൊന്നുമില്ല, ഫോണിൽ മാത്രമാണ് റിലീസാവുക. നബീൽ എല്ലാവരും ഇല്ല. അപ്പം നബീലിന് എപ്പോൾ തുടങ്ങിയ ഗെയിം കളി അറിയോ? എപ്പോൾ തുടങ്ങിയ ഗെയിം കളി നബീലജി? ഖത്തറിൽ നിന്നും ജസീം ചേരുന്നു. ജസീം വ്ളോഗിലാണ്, പറയൂ. ഹർഷിനെ കുറിച്ച് എല്ലാരും ചോദിക്കണ്ട അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഹർഷി തിരക്കിലാടാ അവിടെ, എന്താ അറിയില്ല, പണിയൊന്നുമില്ല അവിടെ, പക്ഷെ തിരക്കില്ല. ഹർഷിയെ 25ഓളം വരുന്ന അർഷി ഫാൻസ് അസ്വസ്ഥരാണ്, കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. എന്താ പണി? അതിന് ഖത്തറിൽ പലിച്ചായിട്ടുണ്ടാവില്ലല്ലോ. അതിൽ എപ്പോഴേ തന്നു തുടങ്ങാം, രാവിലെ ഒരു മാറ്റമല്ലേ? എടാ നിഹാലെ, വീഡിയോ കോളിന്റെ ഇടയ്ക്ക് ഒന്നുമില്ലേ, ഉളുപ്പുണ്ട് നിഹാലെ. ഓ വർത്താനം പറഞ്ഞിക്കല്ലോ, ഓനെ കൊന്നൂലേ? ഫ്ലൈറ്റോ? അല്ല, ഫ്ലൈറ്റിന്റെ പേര് തിന്നാ. ഓൻ പറഞ്ഞ രണ്ടും കറക്റ്റാ. ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ, നാട്ടിൽ തിന്നാൻ വേണം. ജസീം പറയും. അല്ല, അവിടെ ഉള്ള ഫ്ലൈറ്റുകൾ ഇപ്പൊ തീരല്ല, എല്ലായിടത്തും തുറന്നല്ലോ. ജനിച്ചു വന്നാടെ കയറിക്കോ, ലിമിറ്റഡ് എഡിഷനിൽ കയറിക്കോ. അടുത്തത് നെഹു. അല്ല, നാട്ടിൽ തുറവിയാണെന്നൊക്കെ പറഞ്ഞ നാളെ ചെറിയൊരു തുറവി ഞാനും ബാസിലും ഒക്കെ ഉണ്ട്. മട്ടനാന്നാ പറഞ്ഞ മട്ടമന്തി ഫുഡൊക്കെ ഏൽപ്പിച്ചിരിക്കണേ. എന്താ ഓരോ നമ്മൾ കൊടുത്ത ടാസ്ക് ഇങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മളെ നോമ്പ് തുറവി വരുന്നുണ്ട്. അപ്പോൾ ഞാനും ബാസിലും കണ്ടക്ട് ചെയ്യുന്ന വൻ നോമ്പ് തുറവി, നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന വൻ നോമ്പ് തുറവി ലോഡിങ് ആണ്. ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്ത എന്താ വെച്ചാൽ ഫുഡ് ഞാനും ബാസിലും